ഇതേ ആ ദൂരെ കാണുന്നതാണ് റോസ് ഐലൻഡ്. അതിന്റെ ഇപ്പോഴത്തെ പേര് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതായിരുന്നു ക്യാപിറ്റൽ സിറ്റി. അതിനകത്തൊരു വലിയ സിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, നമ്മൾ റോസ് ഐലൻഡിനെ പറ്റി അറിയണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്തു വേണം നാം ആ ഐലൻഡിൽ എത്തിച്ചേരുവാൻ. അവിടെ ചെല്ലുമ്പോഴാണ് ആ ഐലൻഡ് എങ്ങനെയുള്ളതാണ്, അതിന്റെ ചരിത്രം എന്താണ്, അത് എപ്രകാരമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനവും. ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ് ദൈവത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയും നിത്യജീവനെ പറ്റിയും നമുക്കറിയുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നാം ദൈവവചനത്തെ ആഴമായിട്ട് പഠിക്കുമ്പോൾ ദൈവവചനത്തിന്റെ സത്യങ്ങളെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, കേവലം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ആ ദ്വീപിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് 30 മിനിറ്റോളം യാത്ര ചെയ്ത് അവിടെ ചെന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കണം. ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഞാനൊരു കാര്യം ഇന്ന് പകൽക്കാലം പറയാം. നിങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും കൂടുതൽ അടുത്തു ചെല്ലുക. അപ്പോൾ ദൈവത്തെ പറ്റിയും നിത്യതയെ പറ്റിയും നിത്യജീവനെ പറ്റിയും കൂടുതലായിട്ട് നിങ്ങൾക്കറിയുവാൻ കഴിയും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.